ഹരേ കൃഷ്ണ. ദിവ്യഭാഗവതം എന്നുള്ള നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജന്മാദ്യശ്ച യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായം. അതിൽ നിന്നും 25-26 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. അർജുനൻ തൻ്റെ ആ ഭഗവാനുമായിട്ടുള്ള എന്തെന്നില്ലാത്ത സഖ്യം മൈത്രി ഇതിനെക്കുറിച്ചിട്ട് മുഴുവൻ ഓർത്തുകൊണ്ട് അർജുനൻ അതിനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് നന്ദിയോടുകൂടെ അർജുനൻ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അർജുനൻ തളർന്ന് വീഴുകയല്ല ചെയ്തത്. വല്ലാണ്ട് വിരഹവേദനയിൽ കൂടെ അർജുനന് വരുന്ന വാക്കുകൾ ഭഗവാനും അർജുനനും പാണ്ഡവന്മാരുമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഇടപെടലുകൾ അവരൊക്കെ ലീലകൾ അവരുടെ ചരിത്രങ്ങൾ ദിവ്യമായിട്ടുള്ള സന്ദർഭങ്ങൾ ഇതൊക്കെയാണ് അർജുനന് ഓർമ്മ വരുന്നത്. അതൊക്കെയാണ് അർജുനൻ അവതരിപ്പിക്കുന്നത് ഇവിടെ എന്നാണ്. അപ്പോൾ അർജുനൻ വീണ്ടും പറയുന്നു 25-26 ശ്ലോകങ്ങൾ. ജലവസാം ജലേ യദ്വൻ മഹാന്തോ ദന്തി അണീയസ ദുർബലാൻ ബലിനോ രാജൻ മഹാന്തോ ബലിനോ മിഥ ഏവം ബലിഷ്ഠൈര്യദ്ഭിർമഹദ്ഭിരിതരാൻ വിഭോ യദോന്യദുഭിരന്യോന്യം ഭൂഭാരാൻ സഞ്ജഹാര. ജലൗകസാം ജലേ യദ്വദ് മഹാന്തഃ അദന്തി അണീയസഃ ദുർബലാൻ ബലിനഃ രാജൻ മഹാന്തഃ ബലിനഃ മിഥഃ ഏവം ബലിഷ്ഠൈഃ യദുഭിः മഹദ്ഭിः ഇതരാൻ വിഭോ യദുഭിः അന്യോന്യം ഭൂഭാരാൻ സഞ്ജഹാരഃ. അതായത് മഹാസമുദ്രത്തിൽ വലുതും ശക്തിയുള്ളതുമായ അനേകം ജലജീവികളുണ്ട്. അതിൽ ചെറിയ ജലജീവികളെ വലിയ ജീവികൾ ആഹാരമാക്കുന്നു. അതിനുശേഷം ആ വലിയ ജലജീവികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. എന്നിട്ട് അവർ നശിക്കുന്നു. ഇതേപോലെയാണ് ഭഗവാൻ പരമദൈവോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യാദവന്മാരിൽ ദുർബലന്മാരെ വധിക്കാൻ ശക്തന്മാരെ ഭഗവാൻ ഏർപ്പെടുത്തി. യാദവന്മാരെ കൊണ്ട് ഭഗവാൻ ഭൂമിയുടെ ഭാരം നശിപ്പിച്ചു.
ഭഗവാനും ഒന്നിച്ചു ചേർന്ന്, പാണ്ഡവന്മാരൊക്കെ ഒന്നിച്ചു ചേർന്ന് അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്തു? ദുർബലന്മാരെ വധിക്കാൻ ശക്തന്മാരെ ഭഗവാൻ ഉപയോഗിച്ചു. അതേപോലെ ചെറിയവരെ വധിക്കാൻ വലിയവരെയും ഭഗവാൻ വിനിയോഗിച്ചു എന്നാണ്. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ എല്ലാവരും ആത്മീയ ലോകത്തിൽ സമത്വം നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഭഗവാനെ സേവിക്കാൻ മാത്രമേ അവരാഗ്രഹിക്കുന്നുള്ളൂ. സമത്വം ഉണ്ടെങ്കിലും അവർ ഭഗവാനെ സേവിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ്. അവർക്കറിയാം സർവ്വതിൻ്റെയും സൃഷ്ടാവ് ഭഗവാനാണ് എന്നുള്ളതറിയാം. സർവ്വ ഉടമസ്ഥനും ഭഗവാൻ തന്നെയാണ്, ആസ്വാദകനും ഭഗവാൻ തന്നെയാണ് എന്നുള്ളതറിയാം. ഭൗതിക ലോകത്തിൽ മായയുടെ മയക്കുവിദ്യ കൊണ്ടാണ് പരമദിവ്യ പുരുഷനുമായിട്ടുള്ള ശാശ്വതമായ ബന്ധം നമ്മൾ വിസ്മരിച്ചു പോകുന്നു എന്നാണ്. അങ്ങനെ വിസ്മരിച്ചു പോകുന്ന സമയത്ത് ജീവാത്മാക്കൾ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടങ്ങൾ നിയമങ്ങളുടെയും കഴിവുള്ളവരുടെ അതിജീവന നിയമങ്ങളുടെയും കീഴിൽ വ്യവസ്ഥിതീകൃതരായിരിക്കുന്നു സകല ജീവജാലങ്ങളും എന്ന് സൂചിപ്പിക്കുന്നു. ശ്ലോകം നമ്പർ 27. ദേശകാലാർത്ഥയുക്താനെ ഹൃത്താപോപശമാനി ച ഹരന്തി സ്മരതശ്ചിത്തം ഗോവിന്ദാഭിഹിതാനി മേ. ദേശകാല അർത്ഥയുക്താനി ഹൃത് താപ ഉപശമാനി ച ഹരന്തി സ്മരതഃ ചിത്തം ഗോവിന്ദ അഭിഹിതാനി മേ. അതായത് ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തനിക്ക് തന്ന ഉപദേശങ്ങൾ ഇപ്പോൾ എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നുന്നു. അപ്പോൾ എപ്പോഴാണോ ആവശ്യം, നമ്മൾക്ക് എപ്പോഴാണോ അത് ആവശ്യമായി വരുന്നത്, ആ സമയത്ത് ഭഗവാൻ തന്നിട്ടുള്ള ഉപദേശങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ പകർത്താനായിട്ട് സാധിക്കും എന്നാണ്. അത് എന്നാൽ കാലദേശങ്ങളുടെ ഏത് പരിസ്ഥിതിയിലും ഏത് അവസ്ഥയിലും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് സാന്ത്വനം അരുളുന്നു ഭഗവാന്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. കാരണം എല്ലാ ക്ലേശങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള, നമ്മളെ മുക്തമാക്കുന്ന ഉപദേശങ്ങളാണ് ഭഗവാൻ അർജുനന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അർജുനൻ്റെ ആ മനസ്സിനുള്ള വേദനകൾ അല്പം ഒന്ന് ശാന്തമായിട്ട് മാറി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാനോട് ഉപദേശിക്കപ്പെട്ട ഭഗവത്ഗീത സർവ വേദങ്ങളുടെയും സാരാംശമാണ് ഭഗവത്ഗീത. ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, വേദാന്തസൂത്രങ്ങൾ പോലുള്ള ബൃഹത്തായ വേദസാഹിത്യങ്ങൾ എന്നിവയൊക്കെ അഭ്യസിക്കുവാൻ വളരെ കുറച്ച് സമയം മാത്രമുള്ളവർക്കായി ഇതൊക്കെ അഭ്യസിക്കാൻ ഒരുപാട് സമയം വേണം. എന്നാൽ വളരെ കുറച്ച് സമയം ഉള്ളവർക്കായിട്ട് കുറച്ച് സമയമേ ഉള്ളൂ നമ്മൾക്കൊക്കെ. അവർക്ക് വേണ്ടി അഭ്യസിക്കാനായിട്ട് ഭഗവാൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നാണ്. വിശേഷിച്ചും അല്പബുദ്ധികളായിട്ടുള്ള സ്ത്രീജനങ്ങൾ, ശൂദ്രർ, ബ്രാഹ്മണർ, ക്ഷത്രിയരുടെയും വൈശ്യരുടെയും ഉയർന്ന തലത്തിലുള്ള, അതായത് ദ്വിജബന്ധുക്കളെ എന്ന് പറയും, അങ്ങനെയുള്ളവർക്കായി പ്രത്യേകം രചിക്കപ്പെട്ട ഐതിഹാസിക മഹാഭാരതത്തിനുള്ളിലാണ് ഭഗവത്ഗീത ഉപദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ടുള്ള അർജുനൻ്റെ എല്ലാ സന്ദേഹങ്ങൾക്കും കുഴപ്പങ്ങൾക്കും ഭഗവത്ഗീതയുടെ ഉപദേശങ്ങളിലൂടെ ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു. ഇതേപോലെ ആണ് ഭഗവാൻ, കരുണാമയനായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെയുള്ള ഭഗവത്ഗീത ഉപദേശിച്ചതിന് ശേഷമാണ് ഇഹലോക ലീലയിൽ ഭഗവാൻ അവസാനിപ്പിച്ച് തൻ്റെ ധാമത്തിലേക്ക് തിരിച്ചു പോയത് എന്നാണ്. ഭൗതികമായിട്ടുള്ള ദൃഷ്ടിയിൽ നമ്മൾക്കതിനെ ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഭഗവത്ഗീതയിലെ ദിവ്യമായ ശ്ലോകങ്ങളിൽ കൂടെ, ഭഗവാന്റെ നിർദ്ദേശങ്ങളിൽ കൂടെ നമ്മൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നു. ഭഗവാന്റെ മൂല്യം നിർമ്മിക്കാൻ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് കഴിവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ മൂല്യം നിർണ്ണയിക്കാൻ നമുക്ക് കഴിവില്ല. എന്നാൽ ഭഗവാൻ ഭക്തനോടുള്ള കരുണ കൊണ്ട് ഭഗവാൻ ഒരു രൂപം സ്വീകരിച്ച് നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അടുത്ത ശ്ലോകം. സൂത ഉവാച
ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹാർദ്ദേനാതിഗാഢേന ശാന്താസ്യത് വിമലാമതി. ഏവം ചിന്തയതഃ ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹാർദ്ദേന അതിഗാഢേന ശാന്ത ആസീത് വിമലാമതി. സൂതഗോസ്വാമി പറയുന്നു, ഇങ്ങനെ ഉറ്റ മൈത്രീ ബന്ധത്താൽ പകർന്നു കിട്ടിയ ഭഗവത്ഗീത ഉപദേശങ്ങളിൽ ആമഗ്നനായിരുന്നതിനാലും ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സ്മരിച്ചു കൊണ്ടിരുന്നതിനാലും അർജുനൻ്റെ മനസ്സ് എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തമായി ശാന്തമായി തീർന്നു എന്നാണ്. ഇപ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു വല്ല വിരഹവേദന അനുഭവപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീലകൾ എന്നതിനെക്കുറിച്ചിട്ട് ഒക്കെ ഓർക്കാൻ അർജുനന് സാധിക്കുന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ തന്നിട്ടുള്ള ഉപദേശങ്ങളെക്കുറിച്ചിട്ട് അർജുനന് സ്മരിക്കാൻ സാധിക്കുന്നു. ആ ഉപദേശങ്ങൾക്ക് മാത്രമേ അർജുനൻ്റെ മനസ്സിൻ്റെ ദുഃഖങ്ങളെ ദൂരീകരിക്കാൻ കഴിവുള്ളൂ എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ സൂര്യനെ പോലെയാണ്. മായ അന്ധകാരവും അജ്ഞാനം, അതായത് മായ അന്ധകാരവും. ഭഗവാനുള്ളിടത്ത് അന്ധകാരമില്ല, സൂര്യനുള്ളിടത്ത് ഇരുട്ടില്ലാത്ത പോലെ ഭഗവാനുള്ളിടത്ത് മായ അജ്ഞത ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ അർജുനൻ്റെതായിട്ടുള്ള മാനസികമായ വ്യഥ എങ്ങനെയുള്ളതാണ്? ഭഗവാനുമായി ആ വേദന ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അർജുനൻ്റെ വേദന എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ വേദനയ്ക്ക് നമ്മൾക്ക് മനഃശാന്തി തരുവാനുള്ള കഴിവുണ്ട്. ഭഗവാനെക്കുറിച്ച് വിലപിക്കുമ്പോൾ ഭഗവാൻ്റെ സെൻട്രൽ പോയിൻ്റ്, കേന്ദ്രബിന്ദു ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചുള്ളതാവുമ്പോൾ നമ്മൾക്കത് അത് എല്ലാ ദുഃഖങ്ങളില്ലാതെ ആനന്ദം പകർന്നതിനുള്ള കഴിവ് അതിനുണ്ട്. അതീന്ദ്രിയ ശക്തി ഉണ്ട് അതിനെന്നാണ് പറയുന്നത്. വിയോഗത്താൽ ഉണ്ടാകുന്ന മാനസിക വ്യഥ അതീന്ദ്രിയ പരമാനന്ദത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് എന്ന് ശ്രീല പ്രഭുപാദർ വ്യാഖ്യാനത്തിൽ സൂചിപ്പിക്കുന്നു. ഒരിക്കലും ദുഷിച്ച ഭൗതിക വിയോഗത്തോട് ഇതിനെ ഒരു ഭൗതികമായിട്ടുള്ള ലോകത്തിൽ ഒരാൾ മറ്റൊരാളെ വേർപിരിയുന്നു, ആ വേദനയോട് താരതമ്യപ്പെടുത്താൻ അർജുനൻ്റെ ഈ വാക്കുകൾ, അർജുനൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇത് നമ്മൾ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം അർജുനൻ പറയുന്നതെല്ലാം ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പറയുന്നതോ ഭൗതിക ശരീരമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൗതികമായിട്ടുള്ള മനോവേദകൾ, ഇത് ആത്മീയമായ മനോവേദ, അത് അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നാണ്. ഇതേ വേദനകൾ തന്നെ ആണ് വൃന്ദാവനത്തിലെ ഗോപിമാരും ഗോപന്മാരും അതേപോലെ യശോദാനന്ദന്മാരും അനുഭവിച്ചത്. അത് അതീന്ദ്രിയ ആനന്ദത്തിൻ്റെ ഉന്നതമായ അവസ്ഥയാണ് എന്നും ആചാര്യന്മാർ അതിനെക്കുറിച്ച് പറയാറുണ്ട്. വാസുദേവാംഘ്ര 29ാമത്തെ ശ്ലോകം. വാസുദേവാംഘ്രനുധ്യാന പരിബ്രഹ്മ്യതരം ഹസ ഭക്ത്യാ നിർമഥിതാശേഷ കഷായധിഷണോർജുന. വാസുദേവാംഘ്രനുധ്യാന പരിബ്രഹ്മ്യതരം ഹസ ഭക്ത്യാ നിർമഥിതാശേഷ കഷായധിഷണോർജുന. വാസുദേവ അംഘ്രി അനുധ്യാന പരിബ്രഹ്മിത രംഹസ ഭക്തിയാ നിർമഥിത അശേഷ കഷായ ധിഷണ അർജുന. ഭഗവാന്റെ പാദത്തെ നിരന്തരമായി സ്മരിക്കുന്നത് കൊണ്ട് അർജുനൻ്റെ ഭക്തി അതിവേഗം വർദ്ധിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലെ എല്ലാ വിധത്തിലുള്ള ആ മനസ്സിലുള്ള വേദനകളും ആ നിമിഷം ഇല്ലാതെയായിട്ട് മാറി എന്നാണ് പറയുന്നത്. ലൗകികമായ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൻ്റെ ഒരു മാലിന്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഭൗതിക മാലിന്യ കൂമ്പാരങ്ങൾ ഹേതുവാകിയാൽ മനുഷ്യന് ഈ ജീവാത്മാക്കൾ എല്ലായ്പ്പോഴും അനേകം പ്രതിബന്ധങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ആത്മീയമായ നമ്മളുടെ അസ്തിത്വത്തെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ജന്മജന്മാന്തരങ്ങളായിട്ട് ബദ്ധാത്മാക്കൾ മിഥ്യയും അസ്ഥിരവുമായ നിരവധി ശുഭാശുഭകരമായ വിഷയങ്ങളിൽ അകപ്പെടുത്തപ്പെടുന്നു. അങ്ങനെ ലൗകിക ആഗ്രഹങ്ങളുടെ ഫലമായിട്ട് അവ ശേഖരിക്കപ്പെടുകയും അഥവാ വർദ്ധിക്കുകയും എന്നാൽ നാം എപ്പോൾ ഭഗവാന്റെ വൈവിധ്യമാർന്നിട്ടുള്ള ശക്തികളുടെ സ്വാധീനത്തിൽ ഭക്തിയുത സേവനം, ലവിങ് ഡിവോഷണൽ സർവീസ് ചെയ്യുന്നുവോ, ഭഗവാനുമായിട്ട് അതീന്ദ്രിയമായിട്ടുള്ള
ഒരു സമ്പർക്കത്തിൽ നമ്മൾ ഏർപ്പെടുന്നുവോ ആ നിമിഷം നമ്മൾ പൂർവ്വജന്മ ഇതേവരെ ചെയ്തിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് മോചനം നേടാൻ സാധിക്കുന്നു, ആനന്ദത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. എല്ലാവിധ ഭൗതികമായ മാലിന്യങ്ങളിൽ നിന്നും, മെറ്റീരിയൽ കണ്ടാമിനേഷൻ എന്ന് പറയും, അതിൽ നിന്നും നമ്മൾ മുക്തമായിട്ട് മാറുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 30-ാമത്തെ ശ്ലോകം. ഗീതം ഭഗവതാ ജ്ഞാനം യത്തൽ സംഗ്രാമമൂർധനെ കാലകർമ്മതമോരുദ്ധം പുനരധ്യഗമൽ പ്രഭു. ഗീതം ഭഗവതാ ജ്ഞാനം യൽ തത് സംഗ്രാമമൂർധനെ കാലകർമ്മ തമരുദ്ധം പുനഃ അധ്യഗമൽ വിപ്രഭു അല്ലെങ്കിൽ വിഭു. അതായത് ഭഗവാന്റെ ലീലകൾ, പ്രവർത്തനങ്ങൾ, അസാന്നിധ്യം, അദ്ദേഹത്തിന് അസാന്നിധ്യം, ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള ഭഗവത്ഗീത നിർദ്ദേശങ്ങൾ എല്ലാം വിസ്മരിക്കപ്പെട്ട പോലെ അർജുനനെല്ലാം മറന്നുപോയോ നമ്മൾക്ക് തോന്നും. ഇത്രയും ബുദ്ധിയിൽ അർജുനൻ മറന്നു നമ്മൾക്ക് തോന്നും. യഥാർത്ഥ സ്ഥിതി അതായിരുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം വീണ്ടും വീണ്ടും ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടില്ല അർജുനൻ. ഇന്ദ്രിയങ്ങളുടെ അത് ഭഗവാനെ നിരന്തരം ഭഗവാന്റെ മഹിമകൾ സ്മരിക്കുന്നത് കൊണ്ട് അർജുനൻ ഇന്ദ്രിയങ്ങളുടെ നിയന്താവായിട്ട്, ഗോസ്വാമി എന്ന് പറയില്ലേ, ഇന്ദ്രിയങ്ങൾ അർജുനൻ്റെ കീഴിലായിട്ട് മാറി. അപ്പോൾ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള മഹിമകൾ അർജുനൻ ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും അതിൽ ലയിക്കുന്ന സമയത്ത് അർജുനൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആളായിട്ട് മാറി. ഇന്ദ്രിയങ്ങളെ അർജുനൻ പുനരുദ്ധരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്ത്? മന്മനാഭവ മൽഭക്തോ മദ്യാജീമാം നമസ്കുരു മാമ യവേഷസി സത്യമേ പ്രതിജാനേ പ്രിയോസി മേ എന്നാണ്. അപ്പോൾ എൻ്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുക, പിന്നെ എന്നെ മാത്രം എന്നെ പ്രണമിക്കുക. അങ്ങനെ ഒരു ഭക്തൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ ആൾ അനുഗ്രഹീതനായിട്ട് മാറുന്നു എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 31-ാമത്തെ ശ്ലോകം. വിശോകോ ബ്രഹ്മസമ്പത്യ സംഛിന്നദ്വൈത സംശയാലീന പ്രകൃതി നിർഗുണ്യാൽ അലിംഗത്വാദസംഭവ. വിശോക ബ്രഹ്മസമ്പത്യ സംഛിന്ന ദ്വൈത സംശയ ലീന പ്രകൃതി നൈർഗുണ്യാൽ അലിംഗത്വാൽ അസംഭവ. അതായത് ആത്മീയമായിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള അനുഭൂതി അനുഭവിച്ചതുകൊണ്ട് അർജുനൻ്റെ സംശയങ്ങളെല്ലാം എവിടെയോ പോയി മറഞ്ഞു എന്നാണ്. ഭൗതികമായുള്ള പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നും അർജുനൻ സ്വതന്ത്രനായിട്ട് മാറി എന്ന് പറയുന്നു. സ്വതന്ത്രനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി ജനന മരണ ദുഃഖങ്ങളുടെ വലയത്തിൽ ആ ഒരു ചക്രത്തിൽപ്പെട്ട് അർജുനൻ ഒരിക്കലും ഇനി അതിൽപ്പെട്ട് ഉഴലില്ല, കഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയില്ലാതെയായി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എന്ന് തെറ്റിദ്ധാരണ നിമിത്തമാണ് എല്ലാം ഉണ്ടാവുന്നത്. മറ്റേ എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ പിന്നെന്താ വരുന്നത്? എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സ്വത്ത്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ രാജ്യം, എൻ്റെ സമുദായം, ഇങ്ങനെ 100 കണക്കിന് മിഥ്യാ ഭാവനകൾ ഈ ജീവാത്മാവിൻ്റെ ഒരു വിഭ്രമത്തിന് കാരണമായിട്ട് മാറുന്നു. ഇതെല്ലാം മാറ്റിവെച്ച്, അതായത് സോഹം ഞാൻ എന്നുള്ളത്, അഹം എന്നുള്ളത് ദാസോഹം എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്ന് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഭഗവാനായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും. ഭഗവാനായിട്ട് നമ്മളുടെ ഓരോന്നിനെയും ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഇതെല്ലാം അതീന്ദ്രിയമായിട്ട് മാറും എന്നാണ്. നമ്മൾ ഭഗവാന്റെ ദാസനാന്ന് പറയുമ്പോൾ, ദാസോഹം എന്ന് പറയുമ്പോൾ അഹം എന്നുള്ള ഭാവം ഇല്ലാതെയാവും. ഗൃഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഭഗവാന്റെ ഗൃഹം, ഭഗവാന് എനിക്ക് ദാസനായിട്ടുള്ള എനിക്ക് താമസിക്കാൻ തന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഇതായിട്ട് നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല, വല്ലാതെയുള്ള ഒരു സംഘം അതിനോടുണ്ടാവില്ല. അതേപോലെ ദേഹത്തോട് അനുബന്ധിച്ച എന്തും ഭഗവാനായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾക്കതിനോട് പ്രത്യേകിച്ച് വല്ലാത്ത മമത ഉണ്ടാവില്ല എന്നാണ്, ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാവും എന്നാണ്. അങ്ങനെ ഉത്കണ്ഠങ്ങളിൽ നിന്നും മനസ്താപങ്ങളിൽ നിന്നും സ്വതന്ത്രമായ അവസ്ഥ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ നമ്മൾക്ക് സാധിക്കണം. അപ്പോൾ അർജുനൻ യുദ്ധഭൂമിയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ഭഗവാന്റെ സന്തത സഹചാരിയായിരുന്നു.
അർജുനൻ സ്വയം അനുഭവപ്പെട്ടിരുന്ന ഭഗവാന്റെ മഹിമകൾ. അതുകൊണ്ടാണ് അർജുനന് യുദ്ധക്കളത്തിൽ വെച്ചിട്ടും ഭഗവാന്റെ ഉപദേശങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ മുമ്പേ തന്നെ അങ്ങനെ മഹാപരിശുദ്ധ ഭക്തന്മാരായിരുന്നതുകൊണ്ട് പാർത്ഥസാരഥിയായി ഭഗവാൻ വന്നു. അതിൻ്റെ ശേഷം ഭഗവാൻ അന്തർധാനം ചെയ്ത സമയത്തും അർജുനൻ ഭഗവാന്റെ ഗീതയിൽ ഭഗവത്ഗീത ഉപദേശങ്ങളിൽ ശരണം പ്രാപിച്ചു അർജുനൻ. ഇതേപോലെ നമ്മൾക്കും അതിനു വേണ്ടി പ്രയത്നിക്കണം നമ്മൾ എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. നിശമ്യ ഭഗവന്മാർഗം സംസ്ഥാം യദുകുലസ്യ ച സ്വപഥായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരം. നിശമ്യ ഭഗവന്മാർഗം സംസ്ഥാം യദുകുലസ്യ ച സ്വപഥായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഃ. നിശമ്യ ഭഗവത് മാർഗം സംസ്ഥാം യദുകുലസ്യ ച സ്വപഥായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഃ. അതായത് ഭഗവാന്റെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളത് കേട്ടിട്ട് യദുവംശത്തിലുള്ള എല്ലാവരുടെയും പ്രാദുർഭാവത്തിന് അന്ത്യം സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയതോടു കൂടിയിട്ട് വസിഷ്ഠ മഹാരാജാവ് തിരിച്ചു പോവാനായിട്ട് നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഈ നിശ്ചയം സാധിക്കോ? ഇല്ല. ഇവർ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽക്ക് തന്നെ. കാരണം എന്താ, അവർ കുന്തിദേവിയുടെ പുത്രന്മാരാണ്. ഭഗവാനിക്ക് സ്വയം സമർപ്പിക്കപ്പെട്ടുള്ളവർ അമ്മയുടെ പുത്രന്മാരാണ് അവർ. ആ സംസ്കാരം അവർക്ക് ജനിക്കുന്ന ആ നിമിഷം മുതൽക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം വ്യർത്ഥമാണ് എന്നുള്ളതും സത്യമായിട്ടുള്ളത് ഭഗവത് ഭജനമാണ് എന്നുള്ള ബോധത്തോടു കൂടിയാണ് അവർ ജീവിച്ചിരുന്നത്. ആ ബോധത്തോടു കൂടെ ജീവിച്ചത് കൊണ്ട് തന്നെ ഭഗവാന്റെ നിത്യമായിട്ടുള്ള ആ ലോകങ്ങളിൽ നിന്നും ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ്, ദിവ്യാത്മാക്കളാണ് ഇവർ. അപ്പോൾ അവർ മുമ്പേ തന്നെ അത്രയും ആ പരിശുദ്ധ ആത്മാക്കളായതുകൊണ്ട് അവർക്ക് പിന്നീട് ഭഗവാൻ ഒരു നിമിഷം പോലും അവർക്ക് ഇവിടെ ഇരിക്കണം തോന്നില്ല. കാരണം വന്ന കാര്യങ്ങൾ പൂർത്തിയായി, ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ നിശ്ചയദാർഢ്യത്തോടുകൂടെ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഭഗവാൻ അതായത് ഭഗവാന്റെ തിരോധാനം ആവിർഭാവം ഇത് ഭഗവാൻ ഇച്ഛയ്ക്കനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ്. അതേപോലെ ഭഗവാന്റെ ആ പ്രിയപ്പെട്ട ഭക്തന്മാർ അവർ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽക്ക് തന്നെ ഭഗവാന് സമർപ്പിതമായ ജീവിതമായതുകൊണ്ട് അവർക്ക് ഇതെല്ലാം വിട്ടുപോകാനും യാതൊരു പ്രയാസവും അവർക്ക് തോന്നിയില്ല. യുധിഷ്ഠിര മഹാരാജാവ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോവാൻ തയ്യാറായി. നിസ്സംഗമായ ഭാവത്തോടുകൂടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവാൻ തയ്യാറായി എന്നാണ്. അതായത് മറ്റ് സ്ഥലങ്ങളിലുള്ള ഒരു സാന്നിധ്യത്തിന് യാതൊരു ന്യൂനതയും വരുത്താതെ, ഒരു ഭംഗം വരുത്താതെ തന്നെ ഒരു വിഘ്നവും മാറ്റവും സംഭവിക്കാതെ സൂര്യന് സ്വന്തം ഇഷ്ടത്തിന് പ്രത്യക്ഷമാവാൻ സാധിക്കും. അതേപോലെ പശ്ചിമ ചക്രവാളത്തിൽ അപ്രത്യക്ഷമാകാതെ തന്നെ സൂര്യൻ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്നു. അപ്രത്യക്ഷമാകാതെ വേണ്ടി ഉദിച്ചു വരുന്നു. സൂര്യമണ്ഡലത്തിൽ ഉടനീളം എപ്പോഴും എവിടെയും സൂര്യൻ സന്നിഹിതനാണെങ്കിലും പ്രത്യേക സ്ഥലത്ത് സൂര്യൻ പ്രഭാതത്തിൽ ഉദിക്കുകയും നിശ്ചിത സമയത്ത് പ്രദോഷത്തിൽ അസ്തമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സൂര്യൻ്റെ സമയപരിധി പോലും അതിൻ്റേതല്ലായിരിക്കെ സൂര്യൻ്റെ സ്രഷ്ടാവും നിയന്താവുമായ പരമകൃഷ്ണനായ ഭഗവാനെക്കുറിച്ച് എന്തു പറയാനാണ്? ഭഗവാൻ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാൻ അവതരിക്കും, സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാൻ അത് ഉപസംഹരിക്കും. അപ്പോൾ നമ്മൾക്ക് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതേപോലെ ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് വരും, അതിനനുസരിച്ച് അവർ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യും. ഇതാണ് യുധിഷ്ഠിര മഹാരാജാവ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അവരിത് ഇവിടെ ഉപേക്ഷിച്ച് പോയല്ല എന്ന് ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം അവർ തീരുമാനിക്കപ്പെട്ടതാണ്.
ഭഗവാൻ കൊടുത്ത ഭാഗം അഭിനയിക്കാൻ വന്നിട്ടുള്ളവരാണ് അവർ. അത് അഭിനയിച്ചു കഴിഞ്ഞു, ഇനി തിരിച്ചു പോവേണ്ടതായിട്ടുണ്ട്. 33 പൃഥാപ്യനുസൃത്യ ധനഞ്ജയോദിതം നാശം യദൂനാം ഭഗവത്ഗതിം ചതാം ഏകാന്തഭക്തിയാ ഭഗവത്യധോക്ഷതേ നിവേശിതാത്മപരരാമ സംസൃതേ. പൃഥാ അപി അനുസൃത്യ ധനഞ്ജയ ഉദിതം നാശം യദൂനാം ഭഗവത്ഗതിം ച താം ഏകാന്തഭക്ത്യാ ഭഗവതി അധോക്ഷതേ നിവേശിതാത്മാ ഉപരരാമ സംസൃതേ. അതായത് ഭഗവാന്റെ തിരോധാനത്തെക്കുറിച്ചിട്ടും പിന്നെ യദുവംശത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചിട്ടും അർജുനൻ പറഞ്ഞത് കുന്തിദേവി യാദൃശ്ചികമായിട്ട് കേട്ടു. ആ നിമിഷം തന്നെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായിട്ടും ലയിക്കുകയും ഈ ശരീരത്തിൽ നിന്നും കുന്തിദേവി ഈ ജീവൻ സ്വതന്ത്രമായിട്ട് മാറി. ഒറ്റ നിമിഷം കൊണ്ട് കുന്തിദേവി ആ ജീവൻ ഭഗവത് ലോകത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ യദുവംശം നശിച്ചു എന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞുപോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നശിച്ചു എന്ന് പറയാൻ നിവൃത്തിയില്ല. അവരൊക്കെ യാതൊരു ഭഗവാന്റെ ഇച്ഛയാലാണോ ദേവാംശ സംഭവന്മാർ ഇവിടെ ഭൂമിയിൽ വന്നത്, അവർ തിരിച്ച് അവരുടെ പൂർവ്വരൂപങ്ങളിലേക്ക് എത്തിച്ചേർന്നു. നശിച്ചു എന്ന് പറയാൻ നിവൃത്തിയില്ല അവർ എന്നാണ്. അവിടെ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവത് സന്നിധിയിലേക്ക് പോവാൻ തീരുമാനിച്ചതുപോലെ തന്നെ കുന്തി മഹാറാണിയും നിശ്ചയിച്ചു. താനും അവിടെ തീരുമാനിച്ചുറച്ചു. അതാണ് ഈ ശരീരം ഉപേക്ഷിച്ച ഉടൻ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള അധികാരപത്രം ഉറപ്പുവരുത്തുകയാണ്. ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തിയുത പ്രേമസേവന സ്വമേധയാ പരിപൂർണമായും ആത്മാർപ്പണത്തോടെ നിരതയാവുകയും ചെയ്തു എന്നാണ്. ഉറപ്പാണ് ഭഗവാനെ ഭക്തിയുത സേവനത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവത് ലോകത്തിൽ എത്തിച്ചേരും എന്നുള്ളത്. അപ്പോൾ ഈ ഭക്തിയുത സേവനത്തിൻ്റെ ആരംഭം വർത്തമാന ശരീരത്തെ ആത്മീയവൽക്കരിക്കുന്ന പ്രാരംഭഘട്ടത്തിലൂടെയാകുന്നു. ഈ ഒരു നമ്മൾക്കുള്ള ശരീരത്തിനെ ആത്മീയവൽക്കരിക്കുക എങ്ങനെയാണ്? ഭക്തിയുത സേവനത്തിൽ കൂടെയാണ്. അതിൻ്റെ ആരംഭം തന്നെ അങ്ങനെയാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നു. യയാഹരൽ ഭുവോ ഭാരം താം തനും വിജഹാവജ കണ്ടകം കണ്ടകയനൈവ ദ്വയം ചാപേക്ഷിതു സമം. യയാ അഹരൽ ഭുവഃ ഭാരം താം തനും വിജഹൗ അജഹ കണ്ടകം കണ്ടകേന ഏവ ദ്വയം ച അപി ഈശിതു സമം. ഭഗവാൻ യദുവംശകുലത്തിലെ അവരെ മുഴുവൻ ശരീരങ്ങൾ പരിശീലിക്കുവാൻ ഭഗവാൻ കാരണഭൂതനാവുകയും എപ്രകാരം ഭൂഭാരം ലഘൂകരിക്കുകയും ചെയ്തു. ഈ പ്രവൃത്തി മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെയാണ്. രണ്ടും നിയന്താവിന് ഒരുപോലെയാണ് എന്നാണ്. അതായത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യാദവന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാൻ ഭൂമിയുടെ ഭാരം അവസാനിപ്പിച്ചു. ഇനി യാദവന്മാരെ ആവശ്യമില്ല. അപ്പോൾ അവരെയും ഭഗവാൻ അവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചയക്കാനുണ്ടായത് എന്നാണ്. സാധാരണ സോമരസം പാനം ചെയ്തിട്ട് ശീലിച്ചിട്ടുള്ള ദേവന്മാർക്ക് ഈ ഒരു മദ്യപാനം ലഹരി അപരിചിതമായിരുന്നു. അപ്പോൾ ലഹരിയുടെ ഉന്മാദം ചിലപ്പോഴൊക്കെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിക്കാറുണ്ട്. ലഹരി കൊണ്ട് ആസക്തരായിട്ടുള്ളവരായിരുന്നു കുബേരൻ്റെ പുത്രന്മാർ, നളകൂബരന്മാർ. അവർ നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് അവർ വൃക്ഷങ്ങളായിട്ട് മാറി. ദാമോദരനായ ഭഗവാൻ അവർക്ക് മോക്ഷം കൊടുത്തു. ദേവന്മാർ ഭഗവാനെ അനുസരിക്കുന്നവരാണ്. അസുരന്മാരാണെങ്കിലോ ദേവന്മാരെ പറഞ്ഞ കാര്യങ്ങൾ അവഗണിക്കുന്നവരാണ്. ഇപ്പോൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തുളഞ്ഞു കയറുന്ന മുള്ള് ഭഗവാനെ ശല്യം ചെയ്യണതാണ്. അത് എടുത്തു കളയുക എന്നത് ഭഗവാനെ സേവിക്കുന്നതുമാണ് എന്നാണ്. ഇതേപോലെ തന്നെ ഓരോ ജീവാത്മാവിനും ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഓരോ ജീവാത്മാക്കളും. ഭഗവാനെ ശല്യം ചെയ്യുന്നവരെ ധിക്കരിക്കുന്നവരെ അസുരന്മാരെന്ന് പറയുന്നു.
ഭഗവാനെ സേവിക്കുന്നവരെ ദേവന്മാരെ എന്ന് പറയുന്നു, അത് സുരന്മാരെന്ന് വിളിക്കുന്നു. ഭൗതിക ലോകത്തിൽ സുരന്മാരും അസുരന്മാരും നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഭഗവാൻ അസുരന്മാരിൽ നിന്നും സുരന്മാരെ ഭഗവാൻ രക്ഷിക്കുന്നു. എപ്പോഴും അസുരന്മാരിൽ നിന്നും സുരന്മാർ സംരക്ഷിക്കപ്പെടുന്നു. രണ്ടാളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. എന്നാലും അസുരന്മാർ ദേവന്മാർ എന്നുള്ള ആ രണ്ട് തരത്തിലുള്ളവരെ കൊണ്ട് ലോകം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവന്മാരുടെ സ്വഭാവമുള്ളവരെ ഭഗവാൻ രക്ഷിക്കുന്നു, അസുരന്മാരുടെ സ്വഭാവമുള്ളവരെ ഭഗവാൻ നശിപ്പിക്കുന്നു എന്നാണ്. യഥാ മത്സ്യാദിരൂപേണ ദത്തേ ദേഹ്യാൽ യഥാ നടാം ഭൂഭാരക്ഷപിതോയനജഹോതച്ച കളേവരം. ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാനായിട്ട് ഭഗവാൻ ഏത് രൂപമാണോ സ്വീകരിച്ചിരിക്കുന്നത് അതിനെ ആ ശരീരം ഭഗവാൻ പരിത്യജിച്ചു. നമ്മൾക്ക് കാണാനില്ലാതെ ഈ ശരീരം എന്നാണ്. ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ വ്യത്യസ്തമായ ശരീരങ്ങൾ, മത്സ്യം, കൂർമ്മം, വരാഹം മുതലായിട്ടുള്ള അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഭഗവാൻ ആ ശരീരം ഉപേക്ഷിച്ചതുപോലെ തന്നെ ഭഗവാൻ ഈ ശരീരവും നമ്മളുടെ കണ്ണിൽ നിന്നും മറച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ശരീരം എന്നുള്ളത് മായ കൊണ്ടുള്ളതാണ്. അത് മായ ബാധിച്ചിരിക്കുന്ന ശരീരത്തിന് അത് ഉണ്ടാവുന്നു, നശിക്കുന്നു എന്ന് ഒരാൾ വിചാരിക്കുന്നു എന്നതിന് അത് മായാവാദമാണ്. ഭഗവാന്റെ ശരീരം സച്ചിദാനന്ദമയമാണ്. അപ്പോൾ നമ്മളുടെ മുമ്പിൽ നിന്നും ആ രൂപം മറഞ്ഞു എന്ന് മാത്രമേ പറയാൻ നിവൃത്തിയുള്ളൂ. എന്നാൽ പ്രേമത്തോടുകൂടെ സ്മരിക്കുന്ന ഓരോരുത്തർക്കും ഇന്നും ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കാം. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.